നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നിറമുള്ള സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങുമ്പോൾ നീലേശ്വരത്തേക്കുള്ള ആ വരവിനെ അലൻ സ്വയം ശപിക്കുന്നു. പൊള്ളലേറ്റ് വീർത്ത ഇരു കൈപ്പത്തിയും അവന്റെ മനസ്സിനെ തളർത്തുന്നു. അമ്മ വാത്സല്യത്തിന്റെ ചോറുരുളയിലാണ് വിശപ്പടക്കുന്നത്. 5 മാസം പിന്നിടുന്ന സങ്കട കാഴ്ച. നീലേശ്വരം തെരു അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് കളിയാട്ടത്തിലെ വെടിക്കെട്ടപകടത്തിൽ 45% പൊള്ളലേറ്റ ചോറ്റാനിക്കരയിലെ അലൻ നിനോയ് നേടിയെടുക്കാൻ തീരുമാനിച്ചിരുന്ന ആഗ്രഹങ്ങൾ ഓരോന്ന് പറഞ്ഞു വിതുമ്പുന്നു. മംഗളൂരുവിൽ MSW അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാനിരിക്കെ സുഹൃത്തുക്കൾക്കൊപ്പം അതിലൊരാളുടെ നീലേശ്വരത്തെ വീട്ടിലെത്തിയതായിരുന്നു അലൻ. ഇവിടെ എത്തിയപ്പോൾ തെയ്യം കാണാനും ആഗ്രഹം. എല്ലാവരും കൂടി വീരർക്കാവിലെത്തി. കൊട്ടിക്കയറുന്ന മേളപ്പെരുക്കത്തിനിടെ വെടിപ്പുരയിലെ ഉഗ്രശബ്ദവും തീഗോളവും മാത്രമേ അലന് ഓർമ്മയുള്ളൂ. ആശുപത്രി കിടക്കയിൽ നിന്ന് ഉണർന്നപ്പോൾ ഇരു കൈകളും മുഖവും ശരീരത്തിന്റെ പുറം ഭാഗവും കഴുത്തുമെല്ലാം പൊള്ളിയിരുന്നു. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ 35 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. അതിനിടെ പ്ലാസ്റ്റിക് സർജറിക്കും വിധേയനായി. ചികിത്സാ ചെലവ് സർക്കാർ വഹിച്ചിരുന്നു. 1 ലക്ഷം രൂപ ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്നും ലഭിച്ചു. ജനുവരി 25-ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി എറണാകുളത്തെ വീട്ടിലെത്തി. കൈപ്പത്തികളിൽ മാംസം വളർന്ന് വികൃതമായിരിക്കുന്നു. 2 കൈപ്പത്തി കൊണ്ടും ഒന്നും ചെയ്യാനാകില്ല. മടക്കാനോ ഒരു നുള്ളു ചോറ് വാരി കഴിക്കുവാനോ കഴിയാത്ത സ്ഥിതി. പരീക്ഷാകാലത്തും അതിനു മുൻപും അയച്ച അപേക്ഷകളിന്മേൽ പലതിലും മറുപടി വരുന്നുണ്ട്. ജോലി വാഗ്ദാനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പാണ് മിക്കതിലും. അത് പൂർണ്ണമായും വായിക്കാൻ പോലുമാകുന്നില്ല ഈ 25-കാരന്. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അലന്റെ പിതാവ് നിനോയ് പി മത്തായി. അവനൊരു ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് വിശ്രമിക്കാൻ. പിതാവും കണ്ണുനീർ വാർക്കുന്നു. കൈകൾ നേരെയാകണമെങ്കിൽ ഇനിയും ശസ്ത്രക്രിയകൾ വേണം. കത്തിയമർന്ന സ്വപ്നങ്ങൾ തളിർക്കണം. അതിന് അവനും കുടുംബത്തിനുമൊപ്പം സ്നേഹത്തിന്റെ കൈകൾ പതിയണം. തുടർ ചികിത്സയിലൂടെ കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റിയെ ധരിപ്പിച്ചതായും അവർ കൂടെ നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കുടുംബം പറഞ്ഞു. 6 മാസത്തെ തുടർ ചികിത്സയ്ക്ക് സർക്കാർ സഹായം നൽകണമെന്ന് കളക്ടർ ശുപാർശ ചെയ്തിരുന്നെങ്കിലും 2 മാസത്തേക്ക് മാത്രമാണ് അനുവദിച്ചത്.